പാർലമെന്റ് കവാടത്തിൽ മുഖാമുഖം നിന്ന് ഭരണ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം. ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം ഓടിയൊളിക്കുന്നു എന്നാരോപിച്ചാണ് NDA എംപിമാർ പ്രതിഷേധിച്ചത്. ഡൽഹി അതിക്രമവും അയോധ്യ കൊള്ളയും ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിലേക്ക് എത്തിയ പ്രിയങ്ക ഗാന്ധിയോട് രാഹുൽ ഗാന്ധി എവിടെയെന്ന് ഭരണപക്ഷ എംപിമാർ ചോദിച്ചു. ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളെ രാഹുൽ കണ്ടിട്ടുണ്ടെന്ന് പ്രിയങ്ക മറുപടി നൽകി. सर आपको लगता है मैम लगता है क्या राहुल जी डर रहे हैं? शर्म करो राहुल गांधी शर्म करो शर्म करो। राहुल जी ने झारखंड जाइए छात्रों झारखंड क्यों नहीं गए? കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, എന്തായാലും പാർലമെന്റ് കവാടത്തിൽ നേർക്കുനേർ വാക്പോരാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് പാർട്ടികൾക്കും രണ്ട് മുന്നണികൾക്കും ഒരു തരത്തിൽ ഈ കാര്യം പറഞ്ഞാൽ അത് NDAക്ക് അത് ഡൽഹിയിലെ വിഷയമാണ് പ്രശ്നമെങ്കിൽ ജാർഖണ്ഡിലെ വിഷയത്തിന് ഉത്തരം പറയാൻ രാഹുൽ ഗാന്ധിയും ബാധ്യതപ്പെടുന്ന തരത്തിലാണ്. ഇന്ത്യ സഖ്യത്തിന് നേരെയാണ് ആ ആരോപണങ്ങളൊക്കെ. എന്തായാലും പാർലമെന്റിൽ ഇന്നും പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ്. രുചിഷ നാടകീയ രംഗങ്ങൾക്കാണ് പാർലമെന്റ് കവാടം സാക്ഷ്യം വഹിച്ചത്. കാരണം പതിവില്ലാത്ത ഊർജ്ജത്തോടു കൂടിയാണ് NDA അംഗങ്ങൾ ഇന്ന് സഭയിലെത്തിയത്. കാരണം പ്രസ്താവന നടത്താൻ തയ്യാറാണ്. അമിത്ഷാ സഭയിൽ സംസാരിക്കും എന്ന് ഇന്നലെ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷമാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി NDA അംഗങ്ങൾ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മറുപടി പറയണം. പ്രത്യേകിച്ച് ജാർഖണ്ഡിലെ വിഷയമാണ് അവർ ഏറ്റവും പ്രധാനമായി ബാനറിലൊക്കെ തന്നെ എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മറുപടി പറയണം. രാഹുൽ ഗാന്ധി എവിടെ പോയി? രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലേക്ക് പോകുന്നില്ലേ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ NDA അംഗങ്ങളുടെ ഭാഗത്തുണ്ടായി. കവാടത്തിൽ NDA അംഗങ്ങളും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളും ചേരി തിരിഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ തന്നെ കാണാമായിരുന്നു. ഈ വലിയ പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി അവിടെ കാറിൽ വന്നിറങ്ങുന്നത്. പ്രിയങ്ക ഗാന്ധിയോടും സമാനമായ ചോദ്യങ്ങൾ NDA അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് പ്രിയങ്ക നൽകിയ മറുപടി ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ട്, അവരെ കണ്ടിട്ടുണ്ട് എന്ന മറുപടി പ്രിയങ്ക നൽകുകയും ചെയ്തു. ഏതായാലും വലിയ പ്രതിഷേധം പാർലമെന്റിന് പുറത്തുണ്ടായി. അതിനുശേഷം സഭ സമ്മേളിച്ചപ്പോഴും വലിയ തോതിലുള്ള ബഹളം തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. കാരണം അയോധ്യ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്നും പ്രതിഷേധം തുടർന്നു പ്രതിപക്ഷം. കാരണം ആഭ്യന്തരമന്ത്രി സംസാരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയത് ആര്? അമിത്ഷാ ആണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തണമെന്നാണ്. അമിത്ഷാ അല്ലെങ്കിൽ പിന്നെ ആര്? അപ്പോൾ സ്വാഭാവികമായും ഡൽഹി പോലീസിൽ അമിത്ഷായ്ക്ക് നിയന്ത്രണമില്ല എന്നടക്കമുള്ള വ്യാഖ്യാനങ്ങളും അതിനകത്ത് പ്രതിപക്ഷം നൽകി കഴിഞ്ഞു. മാത്രവുമല്ല, പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മാപ്പ് പറയണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, അയോധ്യ വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമാജ്വാദി പാർട്ടി ഉന്നയിക്കുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊന്നും തന്നെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. സ്പീക്കർ പറഞ്ഞത് എല്ലാ വിഷയവും ഒരുമിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. ആദ്യം ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് പോലീസ് നേരിട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ചർച്ച നടക്കട്ടെ, അതിനുശേഷം മറ്റു വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് സ്പീക്കർ പറയുകയും ചെയ്തു. മാത്രമല്ല, ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറാകണം, അതിന് സഹകരിക്കണം, രാജ്യം മുഴുവൻ ഇത് കാണുന്നുണ്ട് തുടങ്ങിയ പരാമർശമൊക്കെ തന്നെ സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും പ്രതിഷേധം തുടർന്നതോടുകൂടി ഇപ്പോൾ 2 മണിവരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട ബില്ലുകൾ ലോക്സഭയുടെ പരിഗണനയ്ക്ക് പാസ്സാക്കാൻ നിശ്ചയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെയാണ് കേരളത്തിന്റെ ഔദ്യോഗിക നാമം കേരള എന്ന് മാറ്റി കേരളം എന്നാക്കുന്നത് സഭയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ബില്ലടക്കം ഇന്ന് പാസ്സാക്കാനുണ്ട്. ഏതായാലും 2 മണിവരെ ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയും 12 മണിവരെ നിർത്തിവെച്ചിട്ടുണ്ട്. രുചീഷ്. ശരി രാകേഷ്.